അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് തുടങ്ങാൻ പോകുന്നത്. 16 AC കോച്ചുകളുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പറിൽ. 823 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക. കൊൽക്കത്തയിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് ഈ മാസം സർവീസ് തുടങ്ങുന്ന ട്രെയിനിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താസംഘം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഈ ട്രെയിൻ ഉള്ളത് ദില്ലി റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഈ ട്രെയിൻ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ട്രെയിനാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയുടെ റെയിൽവേ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം അത് വലിയ വിപ്ലവകരമായ മാറ്റമാണ്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ സ്ലീപ്പർ ട്രെയിനുകളും വന്നിരിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ എഞ്ചിൻ ഭാഗത്താണ് നമ്മൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ ട്രെയിൻ നിയന്ത്രിക്കുന്നത്. ലോക്കോ പൈലറ്റിന്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടുകൊണ്ട് നിയന്ത്രിക്കാവുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങൾ തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കതിൽ ക്യാമറകൾ കാണാൻ കഴിയും. വിവിധ കമ്പാർട്ട്മെന്റുകളിലെ ക്യാമറകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സിഗ്നലിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഏറ്റവും അത്യാധുനികമായ രീതിയിൽ തന്നെയാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്ന് പറയുന്നത് ചെയർ കാറുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ളത് സ്ലീപ്പർ ട്രെയിനുകളാണ്. ആ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ 3rd AC-ലാണ് നമ്മൾ ഉള്ളത്. 3rd AC-ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായി തന്നെയാണ് ഇതിൽ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. എന്താണ് യാഥാർത്ഥ്യം, സീറ്റുകളുടെ കുഷ്യനൊക്കെ ആണെങ്കിൽ പോലും, സീറ്റുകളാണെങ്കിൽ പോലും മൊത്തമുള്ള ഈ ഇതിന്റെ ഒരു ലുക്ക് തന്നെ ആണെങ്കിൽ പോലും വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട സംവിധാനം, ഒപ്പം കുപ്പികളും ഗ്ലാസുകളും ഒക്കെ വയ്ക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ, രാത്രികാലങ്ങളിൽ വായിക്കുന്നതിന് വേണ്ടിയുള്ള റീഡിംഗ് ലൈറ്റ്, ഒപ്പം മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ അടക്കം എല്ലാം വളരെ മനോഹരമായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വെയിലടിക്കാതിരിക്കാൻ ഒരു വിൻഡോ ഉണ്ട്. ഇനിയിപ്പോൾ കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രകൾക്കും അവസരം എന്താണെങ്കിലും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. ദീർഘദൂര ട്രെയിനുകളിൽ എപ്പോഴും പ്രതിസന്ധി ഉണ്ടാകാറുള്ളത് ആ ടോയ്ലറ്റ് സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. എന്താണെങ്കിലും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റും അതോടൊപ്പം തന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതും അത്യാവശ്യം വൃത്തിയിലും ഒപ്പം അത്യാവശ്യം ഒരാൾക്ക് പെരുമാറാൻ പറ്റുന്ന രീതിയിലും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. സാനിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വാഷ് ബേസിൻ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. യാത്രക്കാർക്ക് അവരുടെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനുള്ള എല്ലാ സംവിധാനവും വെച്ചുകൊണ്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അവിടെ വളർത്തുമൃഗങ്ങളെയൊക്കെ പോകുമ്പോൾ ആ വഴി കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ടിക്കറ്റ് എടുത്ത് ഈ ട്രെയിനിൽ കൊണ്ടുപോകാനുള്ള അവസരവും അതിനുള്ള സംവിധാനങ്ങളും വന്ദേ ഭാരതിൽ ഒരുക്കിയിട്ടുണ്ട്. 16 കോച്ചുകളിലായി 823 പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഈ ട്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മാസം 18-നാണ് പ്രധാനമന്ത്രി ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുക. കൊൽക്കത്തയിൽ നിന്ന് ഗുവാഹത്തിയിലേക്കാണ് ഈ ട്രെയിനിന്റെ സർവീസ്. ഇതുപോലത്തെ 2 സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കേരളം അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഭാവിയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾ എത്തും എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ഏതാണെങ്കിലും റെയിൽവേക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ക്ലാസ് ട്രെയിനുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.